എല്ലാവരുടെ പണവും ഞാൻ തിരിച്ചു തരാം. ദയവ് ചെയ്ത് ക്ഷമിക്കൂ. തരാമെന്ന് പറഞ്ഞാൽ മതിയോ? അടുത്ത ജന്മത്തിലാണോ തരുന്നത്? തനിക്ക് 10,000, എനിക്ക് 2 ലക്ഷം രൂപ. പലിശ തള്ളിക്കളഞ്ഞേക്കാം. നിങ്ങൾ തൽക്കാലം ഒരവധി കൂടി തരൂ, ഞാൻ പണം തിരിച്ചു തരാം. അവധി 1-2 മല്ല കഴിഞ്ഞത്. നിങ്ങൾ പ്രായമായ സ്ത്രീയായി പോയല്ലോ. ഇല്ലെങ്കിൽ നല്ല മറുപടി പറഞ്ഞേനെ. എന്താ നിങ്ങളൊക്കെ ജ്വലിക്കുന്നത്? കടമായിട്ടെങ്കിൽ തിരിച്ചു തരും. ഞങ്ങളൊന്നും നാട്ടിൽ നിന്ന് ഒളിച്ചോടാൻ പോകുന്നില്ല. ഓടുമോ ഇല്ലയോ എന്ന് ആര് കണ്ടു? നിങ്ങൾ അനാവശ്യം പറയരുത്. ഓ, ഭാര്യ വന്നപ്പോഴാണ് അങ്ങനെ ധൈര്യം വന്നത്. നിങ്ങളൊക്കെ കുറെ കൂടി മര്യാദയിൽ സംസാരിക്കൂ. ഇത് പണത്തിന്റെ കാര്യമാണ്, മര്യാദയുടെ കാര്യമല്ല. പണം തരും ഈ മാസം 15-ാം തീയതി. അതിനു മുമ്പ് അനാവശ്യം പറഞ്ഞാൽ എന്റെ വിധം മാറും. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും പോകും. 15-ാം തീയതി പണം തീർത്തു തരാം. ഒരു പ്രായമായ സ്ത്രീയല്ലേ പറയുന്നത്? ഒരു പ്രാവശ്യത്തേക്ക് കൂടി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. $3 ലക്ഷം എന്റെ അച്ഛൻ തരും. 15-ാം തീയതി രാവിലെ പണം കൈ കിട്ടും. എന്റെ മോളെ, നീ ഞങ്ങളെ രക്ഷിച്ചു. അതൊന്നും വേണ്ട. നിങ്ങളുടെ കുറെ പണം എടുത്ത് ചെലവാക്കിയതിന് കാട്ടിക്കൂട്ടിയതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് രാത്രി നിങ്ങൾ എന്നെ ക്ലബിൽ വെച്ച് പരസ്യമായി തല്ലിയില്ലേ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇപ്പോഴത്തെ സൊസൈറ്റി ഗേൾസിൽ ആരാണ് മദ്യപിക്കാത്തത്? ആരാണ് കാർഡ്സ് കളിക്കാത്തത്? അതെ, നടന്നു നോക്കെ, അങ്ങ് നടന്നു. എന്റെ പൊന്നു മോൾ, അങ്ങ് ക്ഷമിക്ക്. എന്താ പറ്റുള്ളേ? ജോലിക്കാരൊക്കെ എങ്ങനെ നടക്കുന്നു? ജോലിയും പറ്റാങ്ങ എല്ലാം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പറ്റമേ. അതിനവര് നല്ല വില തന്നു. ഞാൻ കൊട്ടാരത്തിൽ കയറി തിരിച്ചു പോകും. ഈ വയസ്സുകാർ തിരിഞ്ഞ് എനിക്കത് ചോക്കാൻ വയ്യേ. ഇതൊരു കൊട്ടാരം തന്നെയായിരുന്നു പച്ചുപിള്ളി. പക്ഷേ ഇന്നിതൊരു വഴിയമ്പലമായി മാറിയിരിക്കുകയാണ്. എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും വരികയില്ലായിരുന്നു. ഓ, ഈ പഞ്ചാംഗവും കവടിയെല്ലാം കൊണ്ടു നടന്നിട്ടും ദൈവത്തിൽ വിശ്വസിക്കാത്തവനായിരുന്നു ഈ പാച്ചുപിള്ള. ഇപ്പൊ എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന്റെ കൈ പുണ്യമുള്ള കൈയാണ്. അദ്ദേഹത്തിന്റെ സൃഷ്ടികളുണ്ടല്ലോ ഈ പോലീസുകാരുടെ മുട്ടിഞ്ഞ കൈയാണ്. എന്റെ അനുജന്റെ ഭാര്യയാണിവൾ. ആര് നിഷേധിച്ചാലും മായാത്തൊരു സത്യം. റോഡിൽ കിടന്ന് മരിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ്. കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഞാൻ മരുന്ന് വാങ്ങിച്ചു വരികയായിരുന്നു. അവന് സോക്കേട് വളരെ കൂടുതലാണ് വിദ്യ. സമയം വളരെ വൈകി. ഞാൻ വരട്ടെ. വല്യേട്ടന്റെ കുട്ടിക്ക് സൂക്കേട് വളരെ കൂടുതലാണ്. ഇനി ഒന്നും ആലോചിക്കാനില്ല. നമുക്ക് വല്യേട്ടൻ ലീലേച്ചും ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്റെ വിവാഹത്തിന് അവരും ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ അമ്മേ. അമ്മേ, എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ജീവിതം, എന്റെ ദൈവമേ. അമ്മ എന്തിനു ദൈവത്തിന് വിളിക്കുന്നു? അമ്മയുടെ വിളി ദൈവം കേൾക്കില്ല അമ്മേ. ഞാൻ പോവാണ് വല്യേട്ടന്റെ കുഞ്ഞിനെ കാണാൻ. എന്നിട്ട് ലീലേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. വിദ്യ, ഞാൻ പോകുന്നു. എനിക്കാരും കൂട്ടുവേണ്ട.
ഡാഡി എവിടെ പോയി? ഡാഡി അച്ഛനോട് എഴുത്തു തന്നുണ്ട്. പ്രിയപ്പെട്ട മകള്, നിന്റെ അച്ഛൻ അഡ്വഞ്ചറസ് ആയിരുന്നുവെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക. നീ ആവശ്യപ്പെട്ട 3 ലക്ഷം രൂപ തരാൻ ഞാൻ ഇന്ന് ശക്തനല്ല. കടക്കാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് ഞാൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നെ മറന്നേക്കും. നെവർ മൈൻഡ്. നിന്റെ അച്ഛൻ. ചേച്ചി, ചേച്ചിയുടെ കൂട്ടുകാരികൾ ദാ വന്നിരിക്കുന്നു. എനിക്ക് ആരെയും കാണണ്ട. വിദ്യയോ? അല്ല, ഇതാരാ വിദ്യയോ? എന്താ വിദ്യ? ഞാൻ വല്യേട്ടൻ്റെ അടുത്തൊരു കാര്യം പറയണ വന്നത്. എന്താണ്? എന്താണെന്ന് ഞാൻ പറയട്ടെ? വേണ്ട, എന്റെ അനിയത്തിക്ക് പറയേണ്ടത് പറയാനുള്ള തന്റെ ഇടമുണ്ട്. പറയൂ വിദ്യ. എന്റെ കല്യാണത്തിന് വല്യേട്ടും ലീലയേച്ചും വരാതിരിക്കരുത്. അമ്മയുടെ പിണക്കമെല്ലാം മാറി വല്യേട്ടിന് അമ്മയുടെ പിണങ്ങരുത്. അമ്മയ്ക്ക് പണമല്ലേ വലുത്? വിവാഹത്തിന് പണം മുടക്കാനില്ലാത്ത എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടാലോ? ഇങ്ങനെയൊന്നും പറയാതിരിക്കൂ. അവൾ വന്ന് അപേക്ഷിക്കുമ്പോൾ ഇങ്ങനെ തടസ്സം പറയുകയാണോ വേണ്ടത്? നിങ്ങൾ രണ്ടുപേർ വന്നില്ലെങ്കിൽ എന്റെ കല്യാണം നടക്കില്ല. തീർച്ചയായും ഞങ്ങൾ വരും അനിയത്തി, നിശ്ചയമായും വരും. എടി മണ്ടി, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതല്ലേ. നിന്റെ കല്യാണത്തിന് ഈ വലിയ ടലവൻ ആരും നടത്താനാ? എല്ലാം ഈശ്വര നിശ്ചയം പോലെ തന്നെ നടക്കും. ഇതാരാ? എനിക്കറിയാം നീ എന്നെ മറക്കില്ലെന്ന്. ഞാൻ വന്നത് എല്ലാം മനസ്സിലായി. നീ ക്ഷണിക്കാതെ തന്നെ നിന്റെ വിവാഹത്തിന് വരേണ്ടത് എന്റെ കടമയാണ്. ഈശ്വരൻ അതിനനുഗ്രഹിക്കട്ടെ. എനിക്ക് തൃപ്തിയായി അമ്മാവ. ഞാൻ പോയിട്ട് വരട്ടെ. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞെ. പോയി വരും. വരണം വരണം, ഇങ്ങോട്ടിരിക്കണം. ഞങ്ങൾ ഇരിക്കാൻ വന്നവരല്ല, വീട് ജപ്തി ചെയ്യാൻ വന്നതാണ്. അന്ന് ഞങ്ങൾ വന്ന് പണം ചോദിച്ചപ്പോൾ നിങ്ങളുടെ മകനും മരുമകളും കൂടി വലിയ ഭീഷണിയെല്ലാം മുഴക്കിയില്ലേ? ഇന്ന് പണം എവിടെ? ദയവ് ചെയ്ത് എന്നെ ഈ സന്ദർഭത്തിൽ ദുഃഖിപ്പിക്കരുത്. എന്റെ മകളുടെ വിവാഹം ഒന്ന് കഴിഞ്ഞുകൊള്ളട്ടെ. എന്തിന്? സദ്യ ഉണ്ണാനോ? ഞങ്ങൾക്ക് പണം വേണം. മകൻ പലിശയ്ക്ക് വാങ്ങിയ പണം. ഇല്ലെങ്കിൽ ഉടൻ വീട് വിട്ട് ഇറങ്ങി തരണം. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചപേക്ഷിക്കുകയാണ്. നിങ്ങൾക്കും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ? ഈ വിവാഹം മുടങ്ങിയാൽ എന്റെ ജീവിതം തകരും. എന്റെ മകൾ ആത്മഹത്യ ചെയ്യും. ഈശ്വരനെ ഓർത്ത് ഒരു ദിവസത്തെ അവധി എനിക്ക് തരണേ. പൊന്നെ സാറേ, എന്നെ ഒന്ന് സഹായിക്കണേ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ആജ്ഞ അനുസരിക്കുകയാണ് എന്റെ ജോലി. എന്റെ മക്കളെ പോലെ കരുതി ഞാൻ യാചിക്കുകയാണ്. എന്നോട് ദയവ് കാണിക്കണം. ശരി, ഈ സ്ത്രീയുടെ പ്രായത്തെങ്കിലും നമുക്ക് ബഹുമാനിക്കണമല്ലോ. ഏതായാലും ഈ വിവാഹം നടക്കുന്നതിനുള്ള സമയം കൂടി ഞങ്ങൾ ശ്രമിക്കാം. വരണം. മിസ്റ്റർ, നിങ്ങളെ ഭയന്നിട്ടൊന്നുമല്ല. ഞങ്ങൾക്ക് അമ്മമാരുള്ളതുകൊണ്ടാണ് ഈ വിവാഹത്തിന് പോലും ഞങ്ങൾ അനുമതി നൽകുന്നത്. എഴുന്നേൽക്കണം. എഴുന്നേൽക്കാനാ പറഞ്ഞു. ദൈവം രക്ഷിച്ചു. ആ ജപ്തി ഒരു ദിവസം കഴിഞ്ഞാണ് വന്നിരുന്നെങ്കിൽ. എന്താണ് എന്താണ് എന്താണെന്നോ ഇനി മനസ്സിലായില്ല അല്ലേ? കള്ളം പറഞ്ഞ് കല്യാണം നടത്തുമെന്ന് കേട്ടിട്ടുള്ളൂ. ഹോ, നിങ്ങളൊരു ഭയങ്കര തന്നെ.
ഇത്തരം കൊലച്ചിന് മനുഷ്യരാരും ചെയ്യില്ല. ഞാൻ എല്ലാം വിശദമായി പറയാം. മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് വിവാഹം ഒന്ന് നടക്കട്ടെ. ഫു, വിവാഹമോ? എന്റെ ചെറുക്കൻ അത്രയൊന്നും പ്രായമായില്ല. കടം കയറി മുടിഞ്ഞ വീട്ടിൽ നിന്ന് വിവാഹം ചെയ്യേണ്ടവനല്ല അവൻ. അവൻ IAS കാരനാ. വാ മോനെ, നമുക്ക് പോകാം. അയ്യോ, എന്നെ അപമാനിക്കരുത്. ഞാൻ തരാമെന്ന് പറഞ്ഞ പണം തീർച്ചയായും തരാം. അല്പം ദയവ് കാണിക്കൂ. നിങ്ങൾ ആദ്യം പണം ഉണ്ടാക്കി വീടിന്റെ ജപ്തി ഒഴിവാക്കൂ. പിന്നീടാകാം വിവാഹമല്ല. വിവാഹവും ജപ്തിയുമായി ബന്ധമില്ല. നിശ്ചയിച്ച വിവാഹം നടന്നേ നോക്കൂ. ഓഹോ, താനാരാ? എന്നാ 1 ലക്ഷം രൂപ കൊണ്ടുപോടോ. 1 ലക്ഷം രൂപ ഞാൻ ഒരാഴ്ചക്കകം തരാം. ഞാൻ സത്യം ചെയ്ത് പറയുന്നു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് നമുക്കൊരു മുഹൂർത്തം നിശ്ചയിക്കാം. ഈ വിവാഹം നടക്കണമെങ്കിൽ പണം ഇപ്പൊ കിട്ടണം. എഴുന്നേൽക്ക് ദേവിയമ്മേ. എന്നെ രക്ഷിക്കണം. ഈ സമയത്ത് അങ്ങയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. ഞാനോ? നിസ്സാരനായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ പറയരുത്. എന്റെ തെറ്റുകൾ ക്ഷമിക്കണം. ഞാനൊരു സ്ത്രീയാണ്. അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങയെ നിന്ദിച്ചിട്ടുണ്ട്. വളരെ ദൂരം യാത്ര ചെയ്ത മട്ടിൽ ഞാൻ അഹങ്കരിച്ചു. പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലായി, വളരെ കുറച്ച് മാത്രമേ ഞാൻ നടന്നിട്ടുള്ളൂ എന്ന്. ഞാൻ വെളിച്ചമായി കണ്ടതെല്ലാം ഇരുട്ടായിരുന്നു. എനിക്കിപ്പോൾ എല്ലാം ബോധ്യമായി. എല്ലാം അവിടുന്ന് എന്നെ രക്ഷിക്കണം. സാരമില്ല ദേവകിയമ്മേ, സാരമില്ല. തമ്പി അദ്ദേഹം? അതെ, അതേ തമ്പി അദ്ദേഹം തന്നെയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ആ ആദിനാരായണൻ തമ്പി തന്നെയാണ്. അങ്ങ് ഇപ്പോൾ ഇവിടെ? ആ, ഈ വീട് എന്റെ സ്വന്തം വീടാണെന്ന് കരുതും. ഹൃദയം പൊട്ടിക്കരയുന്ന ഈ പെൺകുട്ടി എന്റെ സ്വന്തം മകളാണെന്ന് വിചാരിക്കൂ. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ മുന്നേ. ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാൻ ആരുടെ മുമ്പിലും യാചിച്ചിട്ടില്ല. ആരിൽ നിന്നും ഒരു സഹായവും ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. പക്ഷേ ഇന്നാദ്യമായി എന്റെ ജീവിതത്തിൽ കുട്ടപ്പൻ നായരുടെ മുന്നിൽ നിന്ന് ഞാൻ യാചിക്കുകയാണ്. അയ്യോ, അങ്ങനെ വേണ്ട. അങ്ങ് എന്ന പണം കൊണ്ട് വലുതായവനാണ് ഈ കുട്ടപ്പൻ. അതൊന്നും എന്റെ മനസ്സിൽ നിന്നും വിട്ടു. അങ്ങൊന്നും എന്നോട് അപേക്ഷിക്കരുത്, ആജ്ഞാപിച്ചാൽ മതി. ഈ വിവാഹം ഇതേ മുഹൂർത്തത്തിൽ തന്നെ മംഗളമായി നടക്കണം. മോനെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അഭിവൃദ്ധിക്കും കാരണക്കാരനായ തമ്പി അദ്ദേഹമാണിത്. അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് നമസ്കരിക്കും. ആ, ഇരിക്കൂ. അങ്ങാണ് ഈ കല്യാണം നടത്തേണ്ടത്. അയ്യോ, അച്ഛാ! 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 അയ്യോ! അച്ഛാ! ദേവകിയമ്മേ, ഇനിയെങ്കിലും മനസ്സിലാക്കുക, ലോകത്തിലെ ഏതൊരു ശക്തിക്കും സ്നേഹത്തെ ജയിക്കുവാൻ സാധ്യമല്ലെന്ന്. ഇന്നത്തെ ഈ ദിവസം ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കൂ. അമ്മാവ, അമ്മാവ. അച്ഛാ! അച്ഛാ! അയ്യോ, അച്ഛാ! അച്ഛാ! തമ്പി വന്നേ, തമ്പി വന്നേ. കുട്ടപ്പൻ നായരെ, ഞാൻ പറഞ്ഞ ദിവസം ഓർക്കുന്നുണ്ട്. ഞാൻ ആരുടെ മുമ്പിൽ എന്ന് കൈമലർത്തുന്നു, ആ ദിവസം ഞാൻ ജീവിച്ചിരിക്കയില്ല.